ഉണ്ടായിരുന്നു. നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളൊരു കാര്യം ചിന്തിക്ക്. ഒരു ഒരു ഭർത്താവ് ഒരു ഇച്ചിരെങ്കിലും ഒരു ബുദ്ധിയുള്ള അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന്റെ മുൻപില് വേറെ ഒരു അന്യപുരുഷൻ വന്നിട്ട് ആ സ്ത്രീയോട് അപമര്യാദയായി സംസാരിച്ചാൽ ആ ഭർത്താവ് എന്ത് ചെയ്യും? റിയാക്ട് എന്തായിരിക്കും ചെയ്യും, ആ ഭർത്താവ് എന്ത് പറയും? പ്രതികരിക്കും. എങ്ങനെ റിയാക്ട് ചെയ്യും? ഉം? എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എന്തെങ്കിലും പറയത്തില്ലേ? ചോദിച്ചാല് എന്തെങ്കിലും പറയത്തില്ലേ? എന്തെങ്കിലും ഒന്നല്ല, അവരുടെ അവനെ വ്രണപ്പെടുന്ന രീതി തന്നെ പറയും, അല്ലെങ്കിൽ അവന് ശരിക്കും അതിന്റെ ഫലം അനുഭവിക്കുന്ന രീതി തന്നെ പറയും. പറയും. ശരിയല്ലേ? അപ്പം ഞാൻ പറഞ്ഞത് ശരിയാണ്. അത് ഏത് മനുഷ്യനാണെങ്കിലും അവൻ അതുപോലെ തന്നെ അവന് റിയാക്ട് ചെയ്തിരിക്കും. അവന്റെ ഭാര്യയെ പറ്റി ആരെങ്കിലും വൃത്തികേടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വളരെ കൃത്യമായ രീതിയിൽ തന്നെ റിയാക്ട് ചെയ്തിരിക്കും. പക്ഷേ മുഹമ്മദിന്റെ മുൻപിൽ ഏറ്റവും സ്നേഹപ്പെട്ട ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആരായിരുന്നു? മുഹമ്മദിന്റെ മുൻപിൽ മുഹമ്മദ് ആയിഷ, ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, പെൺകുട്ടി, സ്ത്രീ. അവളായിരുന്നു ആയിഷ. ആയിഷ സ്ത്രീ എന്നൊന്നും പറയണ്ട, ആയിഷ. പെൺകുട്ടി എന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും ഞാൻ മേളിലിട്ടിരിക്കുന്ന തെളിവ് കിങ്ഡം ഓഫ് ജോർഡന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് altafsir.com ഖുറാന്റെ ഒരു ആയത്തിന്റെ തഫ്സീറാണ്. നിങ്ങൾ എല്ലാവരും ഈ തഫ്സീറിലേക്ക് കയറണം കേട്ടോ. ഖുറാന്റെ സൂറ 33 52 ആയത്തിന്റെ തഫ്സീറാണ് ഇത്. അറബിക്കിലുള്ള തഫ്സീറാണ്. ഇതൊന്നും ഇവര് ട്രാൻസ്ലേറ്റ് പോലും ചെയ്യത്തില്ല. അത്രയ്ക്ക് വൃത്തികെട്ടവന്മാരാണ് ഇവന്മാർക്കറിയാം ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകുന്നു. അൽ കാഷിഫ് അൽ ജമാഷ്കറിയുടെ തഫ്സീറാണ് കേട്ടോ. സൂറ 33 52 ആയത്തിന്റെ തഫ്സീർ. ഏത് മുസ്ലിം സുഹൃത്തുക്കൾക്കും എടുത്തോണ്ട് പോകാൻ കേട്ടോ. ഓക്കെ. അപ്പം ഇവിടെ ഈ ഉയാന ഇബിൻ ഹിഷാൻ എന്ന് പറയുന്ന ഈ വ്യക്തി മുഹമ്മദിന്റെ വീട്ടിലേക്ക് അനുവാദം ചോദിക്കാതെ നേരെ കയറി വരിക. കയറി വന്നതിന് ശേഷം മുഹമ്മദ് ഇവനോട് പറയാ, നീ എന്താ അനുവാദം ചോദിക്കാഞ്ഞ്? അപ്പൊ ഈ വ്യക്തി തിരിച്ചു മുഹമ്മദിനോട് ഉത്തരം പറയുന്നത്, പ്രായപൂർത്തിയായതിനു ശേഷം ഞാൻ ആരോടും അനുവാദം ചോദിക്കാറില്ലായിരുന്നു. ആരോടും ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അടുത്ത ചോദ്യം ഇവൻ മുഹമ്മദിനോട് ചോദിക്കുന്നത്, നിന്റെ അടുത്തിരിക്കുന്ന ഈ സുന്ദരി ആരാണെന്നാണ് ചോദിക്കുന്നത്. ഹൂ ഇസ് ദ സെക്സി ലേഡി സിറ്റിംഗ് നെക്സ്റ്റ് ടു യു, ബ്യൂട്ടിഫുൾ ലേഡി എന്നുള്ള ഒരു ടോണിലാണ് ഇവൻ ചോദിക്കുന്നത്. നിന്റെ അടുത്തിരിക്കുന്ന ഈ പെണ്ണ് ആരാണ്? അപ്പം ഇത് കേട്ടിട്ട് മുഹമ്മദ് അവനോട് ദേഷ്യപ്പെട്ടൊന്നും അല്ല പറയുന്നത്. മുഹമ്മദ് പറയുന്നത് ഇത് വിശ്വാസികളുടെ അമ്മയാണ്. ദിസ് ഈസ് ആയിഷ ദ മദർ ഓഫ് ദ ബിലീവേഴ്സ്. ഇവിടം വരെ കേട്ടോ? ഇപ്പം പറഞ്ഞു കേട്ടായിരുന്നു ഇല്ലല്ല, സൗരന്മാരെ? കേട്ടു ഇല്ലല്ല. ഇപ്പൊ പറഞ്ഞത് കേട്ടു. ഇപ്പൊ കേട്ടു. ഇപ്പം പറയുന്നത് കേട്ടു. ഓക്കെ. അപ്പം ഇത് വിശ്വാസികളുടെ അമ്മയാണെന്നാണ് ഇവൻ മുഹമ്മദ് ഈ വ്യക്തിക്ക് ഉത്തരം പറയുന്നത്. ഓക്കെ. ഈ വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് ഉയൈന ഇബിൻ ഹിഷൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ മുഹമ്മദ് പറയാ ഇവള് വിശ്വാസികളുടെ അമ്മയാണ്. ഉയന തിരിച്ചു മറുപടി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉയന തിരിച്ചു മറുപടി പറയുന്നത്, ഷാൽ ഐ നോട്ട് ഗിവ് യു ദ ബെസ്റ്റ് ഓഫ് ദ മാനേഴ്സ്. ഇത് അറബിക്കിൽ നിങ്ങളത് എക്സാക്ട് തർജ്ജിമ ചെയ്ത് വായിക്കുകയാണെങ്കിൽ, എന്റെ കയ്യിലിരിക്കുന്ന ബെസ്റ്റ് ഞാൻ നിനക്ക് തരട്ടെ. ബേസിക്കലി അവൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്റെ കയ്യിലുള്ള പെണ്ണ് ഞാൻ നിനക്ക് തരട്ടെ, നിന്റെ കയ്യിലെ ഈ പെണ്ണ് ഞാൻ എടുക്കട്ടെ. എക്സ്ചേഞ്ച്. ഇതൊക്കെ ആയത്ത് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇത് എക്സ്ചേഞ്ചിന്റെ ആയത്താണ്. ഇവൻ ചോദിക്കുന്നത് എന്താണ്? ആയിഷയാണ് എക്സ്ചേഞ്ച് എടുക്കുക. എന്തോ അലൻ ബ്രദറെ? സ്വാപ്പിംഗ് സ്വാപ്പ്. എക്സാക്ട്ലി. അവൻ ആയിഷയെ സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ ചോദിക്കുന്നത്. അവൻ പറയുന്നത്, ഷാൽ ഐ നോട്ട് ഗിവ് യു ദ ബെസ്റ്റ് ഓഫ് മാനേഴ്സ്. എന്റെ കയ്യിലുള്ള ബെസ്റ്റ് ഞാൻ നിനക്ക് തരാം, നിന്റെ കയ്യിലുള്ള ബെസ്റ്റ് ഞാൻ എനിക്കെടുക്കാം. അത് നിങ്ങൾക്ക് അടുത്ത ലൈനിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് തന്നെയാ ഉദ്ദേശിക്കുന്നത്. ദ മെസ്സഞ്ചർ ഓഫ് അല്ലാ സെഡ്, Allah has forbidden that. അള്ളാഹു അത് വിലക്കിയിരിക്കുന്നു. മനസ്സിലായി? എന്ത് വിലക്കിയിരിക്കുന്നു? ആയത്ത് മേളിൽ എന്താണ് ആയത്ത് മേളിൽ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ലോഫുൾ ഫോർ യു ടു ടേക്ക് അതർ വുമൻ ആഫ്റ്റർ ദിസ്. ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്ത്രീകളെ നിനക്ക് എടുക്കാൻ അനുവാദമില്ല. നോർ ടു എക്സ്ചേഞ്ച് ദം ഫോർ അതർ വൈഫ്സ്.
വേറെ ഭാര്യമാരുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനും പാടില്ല. അപ്പൊ മറ്റുള്ളവർക്ക് ആദ്യം ഇവര് സ്വന്തം ഭാര്യമാരെ കൊടുക്കുമായിരുന്നു, എന്നിട്ട് അവരുടെ ഭാര്യമാരെ എടുക്കുകയും ചെയ്യുമായിരുന്നു. ഇത് ചെയ്തതിന് ശേഷം, ഈ ആയത്ത് വന്നതിന് ശേഷം അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതാണ് സിറ്റുവേഷൻ. ഈ വ്യക്തി മുഹമ്മദിന്റെ മുൻപിൽ ആയിഷയെ എക്സ്ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ പോലും മുഹമ്മദ് തിരിച്ചൊന്നും പറയുന്നില്ല. എന്താ പറയാത്തതിന്റെ റീസൺ താഴെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അത് താഴോട്ട് വായിച്ചു കഴിയുമ്പോൾ അവിടെ കാര്യം പിടികിട്ടും. ദ മെസ്സേഞ്ചർ ഓഫ് അല്ലാ സെഡ്, അല്ലാ ഹാസ് ഫോർബിഡൻ ദാറ്റ്. അവൻ പോയതിനു ശേഷം, ഈ വ്യക്തി എണീച്ചു പോയതിനു ശേഷം, വെൻ ഹി ലെഫ്റ്റ്, ആയിഷ സെഡ്, ആയിഷ ചോദിച്ചു, ഹൂ ഈസ് ദിസ് ഓ മെസ്സഞ്ചർ ഓഫ് അല്ല, ഇവൻ ആരായിരുന്നു അള്ളാഹുവിന്റെ റസൂളെ? അപ്പൊ മുഹമ്മദ് പറയുകയാണ്, ആൻ ഇഡിയറ്റ്, ആൻ ഇഡിയറ്റ് ഹൂ ഈസ് ഒബെയ്ഡ്. ഇവനൊരു വിഡ്ഢിയാണ്, പക്ഷെ ഇവനെ അനുസരിക്കണം, അല്ലെങ്കിൽ ഇവനെ അനുസരിക്കേണ്ടി, എല്ലാവരും ഇവനെ അനുസരിക്കുന്നവനാ. ആസ് ഹി ഈസ്, ആസ് യു സീ, ദ മാസ്റ്റർ ഓഫ് ദ പീപ്പിൾ. അപ്പൊ അവൻ അവിടെ ഉള്ള ആൾക്കാരുടെ ഒരു തലവനായിരുന്നു. ഹി വാസ് എ മാസ്റ്റർ ഓഫ് ദ പീപ്പിൾ. അതുകൊണ്ടാണ് മുന്നിൽ സ്വന്തം ഭാര്യയെ പോലും, ആയിഷയെ പോലും മുഹമ്മദിന്റെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തപ്പോൾ മുഹമ്മദ് ഒന്നും മിണ്ടാഞ്ഞത്. എങ്ങനുണ്ട്? ഇതാണ് വിശ്വാസികളുടെ, ഇവരുടെ പ്രവാചകൻ മുഹമ്മദ് കാണിച്ച വൃത്തികേട്. ഈ ആയത്ത് വരാനുള്ള കാരണങ്ങളിൽ പോയപ്പോ അതാണ് ഭയങ്കര സംഭവം. ഇതിനകത്ത് സൂറത്തുൽ അഹ്സാബിന്റെ 52-ാമത്തെ ആയത്, അഹ്സാബൊക്കെ നമ്മൾ എപ്പോഴും വായിക്കുന്നതാണ്, അതുകൊണ്ടാണ് അഹ്സാബിൽ നിന്ന് ഈ ഒരു ആയത്ത് ഞാൻ വിചാരിച്ചു ഒന്ന് നമുക്ക് ഷെയർ ചെയ്യാവുന്ന. നമ്മളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ഭാര്യയെ പറ്റി മോശമായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ എന്താണെങ്കിലും പ്രതികരിക്കും. അവന് നല്ല 2 വാക്ക് പറഞ്ഞു പോവും. അല്ലെങ്കിൽ അവൻ വൃത്തികേട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ, നല്ല കഴത്തുള്ളവരൊക്കെ ആണെങ്കിൽ എന്താണെങ്കിലും നല്ല പോലെ കൈകാര്യം ചെയ്യും. പക്ഷെ മുഹമ്മദ് ഒന്നും മിണ്ടിയില്ല. കാരണം എന്തുവാ? അവിടെയുള്ള തലവൻ, ഒരു ലീഡർ ആയിരുന്നു ഈ വ്യക്തി. റെഫറൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് വായിക്കാം. അതിന്റെ ഇത് നമ്മൾ ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്യുമ്പോൾ അതിന്റെ എക്സാക്ട് ആ ഭാഗം വരുന്നില്ല. പക്ഷെ അവൻ ചോദിച്ചത്, ഷാൽ ഐ നോട്ട് ഗിവ് ദ ബെസ്റ്റ് ഓഫ് മൈൻ, എന്റെ കയ്യിലുള്ള ബെസ്റ്റ് ഞാൻ നിനക്ക് തരണ്ട. ആയത്ത് വരുന്നതിന് മുൻപ് വരെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുമായിരുന്നെന്നേ. കാത്തലിക് സ്വാപ്പ് ഇവര് ചെയ്യുമായിരുന്നു. ഈ ഒരു ഹദീസിനകത്ത് മുഹമ്മദിനോട് ഒരു സഹാബി ചോദിക്കുന്നതാണ്, എന്റെ അടുത്തുള്ള ഒരു അടിമയെ ഞാൻ നിനക്ക് തരാം, നീ കുറച്ചു ദിവസം ഉപയോഗിച്ചതിന് ശേഷം തിരിച്ചു തന്നാ മതി എന്നുള്ള രീതിയിൽ ഒരു ഒരു അടിമ ചോദിക്കുന്നതായിട്ട്, ഒരു സഹാബി ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദിന്റെ കയ്യിലുള്ള എന്താ വെച്ചാ ഈ ചരക്ക് കൈമാറ്റം ശരിയല്ലേ? ഈ സാധാരണ പറയുന്നത്, നിന്റെ ചരക്കിനെ ഞാൻ തരാം, നിന്റെ ചരക്കിനെ എനിക്ക് തരാം, എന്റെ ചരക്കിന് നിനക്ക് തരാമെന്ന്. ഇത് ചരക്ക് കൈമാറ്റമല്ലേ? അതെ 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 അതെ. അതുപോലെ മുഹമ്മദ് പണ്ട് ചെയ്തിരുന്നു. ഈ ഒരു ഹദീസ് ഈ ആയത്ത് വരുന്നത് സൂറത്തുൽ അഹ്സാബ് 33-ന്റെ 52 വരുന്നതിന് മുൻപ് വരെ ഇവര് സഹാബിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിരുന്നു. എന്നാൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു റെഫറൻസ് ആയിട്ട് കാത്തലിക് അച്ഛൻ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. ഇവളെ ചെയ്തു, അങ്ങനെ ചെയ്തു എന്ന് നമുക്ക് കിട്ടത്തില്ല. ഇവർ യൂഷ്വലി ചെയ്തിരുന്നു. ഈ അടിമ സ്ത്രീയുടെ കാര്യം നമുക്ക് കിട്ടുന്നുണ്ട്. അതെ അതെ അതെ. അതുകൊണ്ടാണ് അവൻ മുഹമ്മദിനോട് ഭാര്യയെ സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുമോ, എന്റെ കയ്യിലുള്ള നല്ല നിനക്ക് തരാം, നിന്റെ കയ്യിലുള്ളത് എനിക്ക് താ എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞപ്പോൾ മുഹമ്മദ് അവനെ അടിക്കുകയോ അല്ലെങ്കിൽ അവനെ പറയുകയോ ഒന്നും അല്ല പറയുന്നത്. അവൻ പറയുന്നത്, അള്ളാഹു ഇത് വിലക്കിയിരിക്കുന്നു, പണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ, ഇന്ന് അള്ളാഹു വിലക്കി. എന്തൊരു പൊട്ടത്തരവാന്നൊക്കെ. അലൻ ബ്രദർ പറഞ്ഞ ഹദീസ് മേളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അലൻ ബ്രദർ ഈ ഹദീസ അലൻ ബ്രദർ പറഞ്ഞ 1755. ഇത് ബനു ഫസാറ. ബനു ഫസാറയുടെ കാര്യം ഇത് നിങ്ങൾ നോക്കണം കേട്ടോ. മുഹമ്മദ് ഒരു സഹാബിയുടെ മുൻപിൽ മുട്ടുകുത്തി മുഹമ്മദ് കെഞ്ചി തെണ്ടി മുഹമ്മദ് പറയുകയാണ്, ആ സ്ത്രീയെ എനിക്ക് താടാ, ആ സുന്ദരിയെ എനിക്ക് തരാ. അവൻ പറഞ്ഞു, ഞാൻ ഇതുവരെ തൊട്ടിട്ട് പോലും ഇല്ല, ഒന്ന് നിക്ക്,
അടങ്ങിയിരിക്കും മനുഷ്യ. അടുത്ത ദിവസം പിന്നെയും മുഹമ്മദ് പിന്നെയും പറയാ, ഈ സ്ത്രീയെ എനിക്ക് താടാ, ഈ സ്ത്രീയെ എനിക്ക് താടാ. അങ്ങനെ അവൻ സഹി കെട്ടിട്ട് ആ അടിമ സ്ത്രീയെ മുഹമ്മദിന് കൊടുക്കുന്ന സിറ്റുവേഷൻ ആണ് സഹീഹ് മുസ്ലിം 1755. നാണമില്ലാത്ത വൃത്തികെട്ട കള്ളപ്രവാചകൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ ഇമാതിരി വൃത്തികെട്ട മനുഷ്യനെ ഇവന്മാര് പ്രവാചകൻ എന്ന് വിളിച്ച് നടക്കുന്ന ഇവർക്ക് നാണമുണ്ടോ? ദേ സഹീഹ് മുസ്ലിം 1755. ഞാൻ അതിന്റെ ഒത്തിരി നീണ്ട ഹദീസാണ്, ഞാൻ അത് മുഴുവനൊന്നും വായിക്കുന്നില്ല. എമംഗ് ദം വാസ് എ വുമൻ ഫ്രം ബനു ഫസാറ. അവിടുന്ന് വായിക്കാൻ കേട്ടോ. അവരുടെ ഇടയിൽ ഈ കൊള്ളയ്ക്ക് ഇടയിൽ ഇവർ പിടിച്ച ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ ബനു ഫസാറയിലെ ഒരു സ്ത്രീയായിരുന്നു. ഷീ വാസ് വെയറിംഗ് എ ലെതർ കോട്ട്. അവളൊരു ഒരു എന്താ പറയുക, ഒരു തോല് കൊണ്ടുള്ള ഒരു ഉടുപ്പ് അവൾ ഇട്ടിരുന്നു. അപ്പൊ ഇച്ചിരി മാന്യതയുള്ള സ്ത്രീകള്, ജാക്കറ്റ്. ഈ മുസ്ലിം സ്ത്രീകൾക്കാണെങ്കിൽ ഒരു അടിവസ്ത്രം പോലും മുഹമ്മദ് മേടിച്ചു കൊടുക്കാറില്ലായിരുന്നു. ഇവളുമാരൊക്കെ ഒരു അണ്ടർവെയർ ഇട്ടുകൊണ്ടാണ് നടന്നത്. ഒരു അണ്ടർവെയർ മാറാൻ പോലും അവർക്ക് പറ്റുന്നില്ലായിരുന്നു. ഈ ബനു ഫസാറയിലെ സ്ത്രീ ആണെങ്കിൽ ലെതർ കോട്ട് ഇട്ടുകൊണ്ട് നടക്കുക. അണ്ടർവെയർ മാറാൻ വേണ്ടി മുഹമ്മദ് സമയം കൊടുത്തിട്ട് വേണ്ട. അല്ല, ഈ അണ്ടർവെയർ മാറുന്ന കാര്യം ഉള്ള കാണുന്നത് കേട്ടോ. നമ്മൾ ഇത് പണ്ടെടുത്തിട്ടുള്ളതല്ല ബ്രദറെ, അറിയാമല്ലോ. ഒരു അണ്ടർവെയറേ ഉള്ളായിരുന്നുള്ള കാര്യം. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വരരുത്. സഹീഹ് ബുഖാരി 310, സഹീഹ് ബുഖാരി 312 പോയി വായിച്ചു നോക്കിയാൽ മതി. അതെനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ട് പറയാം. അപ്പൊ ഈ സ്ത്രീക്കാണെങ്കിൽ നല്ല ഒന്നാം തരം ലെതർ കോട്ട് ഉണ്ടായിരുന്നു. വിത്ത് ഹെർ വാസ് ഹെർ ഡോട്ടർ ഹു വാസ് വൺ ഓഫ് ദ prettiest ഗേൾസ് ഇൻ അറബ്. അറേബ്യയിലുള്ള മറ്റു സ്ത്രീകളിൽ ഏറ്റവും സുന്ദരിയായ ഒരു മോള് ഈ സ്ത്രീക്കുണ്ടായിരുന്നു. അപ്പൊ ഒരു സ്ത്രീയെ പിടിക്കുന്നു, ആ സ്ത്രീയുടെ കൂട്ടത്തിൽ അവളുടെ മോളെയും പിടിക്കുന്നു. ആ മോള് അറേബ്യയിലുള്ള നല്ല സുന്ദരിയായ സ്ത്രീയായിരുന്നു. ഐ ഡ്രോവ് ദം അലോങ് അൺടിൽ ഐ ബ്രോട്ട് ദം ടു അബൂബക്കർ. ഞാൻ അവളുമാരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഞാൻ അബൂബക്കറിന്റെ അടുത്ത് വരെ കൊണ്ടുവന്നു. ഹു ബെസ്റ്റോഡ് ദാറ്റ് ഗേൾ അപ്പോൺ മീ ആസ് എ പ്രൈസ്. ഞാൻ ഇത് പിടിച്ചോണ്ട് വന്നത് അതുകൊണ്ട് ഈ കൊള്ള മുതൽ ആരാണ് പിടിച്ചോണ്ട് വരുന്നത് അവർക്കുള്ളതാണ് കൊള്ള മുതൽ. ഇവന്മാരുടെ പരിപാടി അതാണ്. ഇപ്പം ഒരു കാഫിറിനെ കൊന്നാല് ആ കാഫിറിന്റെ ഉടുതുണി തൊട്ട് അണ്ടർവെയർ വരെ, അവന്റെ വാള്, അവന്റെ പരച്ചട്ട, അവന്റെ തലയിലുള്ള തൊപ്പി എല്ലാം, അവന്റെ മൃഗം, ഇതെല്ലാം ഈ പിടിച്ചോണ്ട് വരുന്ന അല്ലെങ്കിൽ കൊല്ലുന്ന ജിഹാദിക്കാണ് കൊടുക്കേണ്ടത്. അതുപോലെ ഈ അബൂബക്കർ എന്ത് ചെയ്തു? ഈ രണ്ട് സ്ത്രീകളെയും ഇവന് കൊടുത്തു, ഈ സഹാബിക്ക് കൊടുത്തു. ഈ സഹാബിയുടെ പേര് മേളിൽ പറയുന്നുണ്ട്, സലാമ ബി അൽ അഖ്വ എന്ന് പറയുന്ന സഹാബിയാണ്. ഓക്കെ, സോ വി അറൈവ്ഡ് ഇൻ മദീന. അപ്പൊ ഈ സ്ത്രീകളെ രണ്ടുപേരെയും, ഒരു മോളെയും ഒരു അമ്മയും പിടിച്ചുകൊണ്ട് ഇവന്മാര് മദീനയിലേക്ക് കൊണ്ടുവരിക, കൊള്ളയടിച്ച് അടിമ സ്ത്രീകളെ കൊണ്ടുവരിക. ഐ ഹാഡ് നോട്ട് യെറ്റ് ഡിസ്റോബ്ഡ് ഹെർ. ഞാൻ ഇതുവരെ ഇവളുടെ തുണി ഉരിഞ്ഞിട്ടില്ലായിരുന്നു. വാക്കുകൾ നോക്കിക്കാണും കേട്ടോ, മുഹമ്മദിന്റെ കൂട്ടത്തിലുള്ള സഹാബികളുടെ വാക്കുകൾ നിങ്ങൾ നോക്കിക്കണം. ഞാൻ ഇതുവരെ ഇവളുടെ തുണി ഉരിഞ്ഞിട്ടില്ലായിരുന്നു. ഐ ഹാവ് നോട്ട് യെറ്റ് ഡിസ്റോബ്ഡ് ഹെർ വെൻ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് മെറ്റ് മീ ഇൻ ദ സ്ട്രീറ്റ്. ഇവളുമാരെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും റോഡിൽ വെച്ച് മുഹമ്മദ് ഇത് കണ്ടു. മുഹമ്മദ് ഈ രണ്ട് സ്ത്രീകളെയും കണ്ടു. അപ്പൊ പുള്ളിയുടെ മനസ്സിൽ എന്താ? പുള്ളിയുടെ മനസ്സിൽ ഒരു സ്ത്രീയെ നോക്കി പുള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആ സ്ത്രീയെ പ്രാപിച്ചിരിക്കും. റോഡിൽ വെച്ച് ഈ സ്ത്രീയെ കണ്ടു. അപ്പം മുഹമ്മദ് പറയുന്നത് എന്തുവാ? ഗിവ് ദാറ്റ് ഗേൾ ഓ സലാമ. ആ പെണ്ണിനെ എന്ന് പറഞ്ഞ ആ മോളുടെ കാര്യമായി പറയുന്നേ, സുന്ദരിയായ മോളുടെ കാര്യം. ഈ സ്ത്രീയെ എനിക്ക് തരാൻ മുഹമ്മദ് ഈ സലാമയോട് പറയുക. അപ്പൊ ഇവൻ ഭയങ്കര സ്മാർട്ട് ആയിരുന്നു. അപ്പൊ ഇവൻ എന്താ പറഞ്ഞു? ഐ സെഡ് മെസ്സഞ്ചർ ഓഫ് അല്ലാ, ഷീ ഹാസ് ഫാസിനേറ്റഡ് മീ. എനിക്ക് ഇവളെ ഇഷ്ടമായി, അള്ളാഹുവിന്റെ റസൂളെ. ഐ ഹാഡ് നോട്ട് യെറ്റ് ഡിസ്റോബ്ഡ് ഹെർ. ഞാൻ ഇതുവരെ ഇവളുടെ തുണി ഉരിഞ്ഞിട്ട് പോലും ഇല്ല. ഞാൻ ഇതുവരെ ഡിങ്കോൾഫിൻ നടത്തിയിട്ടില്ല. താങ്കൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇതുവരെ ഡിങ്കോൾഫിൻ നടത്താതെ താങ്കൾക്ക് തരണം എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നേ? കാര്യം പിടികിട്ടിയോ? കാത്തലികച്ച ഒരു സഹാബി പറയുകയാണ് മുഹമ്മദിനോട് ഇതൊക്കെ. നിങ്ങൾ മനസ്സിലാക്കിക്കണം എന്തൊക്കെയാണെന്നുള്ളത്. ഇനിയും അപ്പൊ മുഹമ്മദിന്റെ മുൻപിൽ വെച്ച് ഇവൻ സലാമ പറയാ, ഞാൻ ഇതുവരെ ഇവളുടെ തുണി ഉരിഞ്ഞിട്ടില്ല. മുഹമ്മദ് വിടുന്നില്ല. അടുത്ത ദിവസം പിന്നെയും സെയിം പരിപാടി. ദ നെക്സ്റ്റ് ഡേ ദ മെസ്സഞ്ചർ ഓഫ് അല്ലാ അഗൈൻ മെറ്റ് മീ. അടുത്ത ദിവസം മുഹമ്മദ് കഷ്ടപ്പെട്ട് ഇവന്റെ അടുത്തേക്ക് വന്നു. മെറ്റ് മീ.
എന്താണെങ്കിലും ഇവൻ പരിപാടി ഒന്നും ചെയ്ത് തീർന്നിട്ടില്ല. അതിനു മുൻപേ മുഹമ്മദ് വന്നു. മെറ്റ് മീ ഇൻ ദ സ്ട്രീറ്റ്. വഴി വെച്ച് ഇവനെ കാണുന്നു. ഹി സെഡ്, ഓ സലാമ, ഗിവ് മീ ദാറ്റ് ഗേൾ. അയ്യോ സലാമ, ആ പെണ്ണ് നീ എനിക്ക് താടാ. അപ്പൊ ആ പെണ്ണ് അവിടെ ഇല്ല. ഇവൻ പെണ്ണിനെ എവിടെങ്കിലും വീട്ടിൽ കൊണ്ട് വെച്ചേക്കുമായിരിക്കും, പെണ്ണ് അവിടെ ഇല്ല. മുഹമ്മദ് പിന്നെയും ചോദിക്കുന്നു, അല്ലയോ സലാമ, ആ പെണ്ണിനെ നീ എനിക്ക് താടാ. ഇവൻ എന്താ ചെയ്യാന്? സൈകെട്ട് ഇവൻ കൊടുക്കേണ്ടി വന്നു. കാരണം അവന്റെ തല പോകുന്ന അവനറിയാം. ഒരു പ്രാവശ്യം ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം ഇനിയും കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ അവന്റെ തല എടുക്കും മുഹമ്മദ്. അതുകൊണ്ട് അടുത്തത് അവൻ എന്താ ചെയ്യുന്നേ? ഐ സെഡ് ഷീ ഈസ് ഫോർ യു. അള്ളാഹുവിന്റെ റസൂലേ, അവള് നിനക്കുള്ളതാണ്, താങ്കൾ എടുത്തോ. മെസ്സഞ്ചർ ഓഫ് അല്ലാ, ബൈ അല്ലാ, ഐ ഹാവ് നോട്ട് ഡിസ്റോബ്ഡ് ഹെർ യെറ്റ്. ഞാൻ ഇതുവരെ ഇവളുടെ തുണി ഉരിഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല്, താങ്കൾ എടുത്തോ. ദ മെസ്സഞ്ചർ ഓഫ് അല്ലാ സെന്റ് ഹെർ ടു ദ പീപ്പിൾ ഓഫ് മെക്ക. മുഹമ്മദ് എന്താ ചെയ്തു? ഈ സ്ത്രീയെ എടുത്തിട്ട് അവളെ കൊടുത്ത് കാശാക്കി. മനസ്സിലായോ? ഈ സ്ത്രീയെ കൊടുത്തിട്ട് കാശാക്കി മുഹമ്മദ്. സെന്റ് ഹെർ ടു ദ പീപ്പിൾ ഓഫ് മെക്ക. കാരണം റാൻസം ആയിട്ട് എടുക്കാം. പിടിച്ചോണ്ട് വരുന്ന അടിമ സ്ത്രീക്ക് അല്ലെങ്കിൽ അടിമകൾക്ക് ഈ പിടിക്കപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ട്രൈബിലുള്ളവര് ഒരു വില വെക്കും ഇവരെ തിരിച്ചു മേടിക്കാൻ വേണ്ടി. ആ പൈസ മുഹമ്മദിന് കിട്ടണം. അങ്ങനെ മുഹമ്മദ് ഈ സ്ത്രീയെ കൊടുത്തിട്ട് മെക്കക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു. അതാണ് ഈ കഥ മുഴുവനും. ഇങ്ങനെയല്ലയോ സഫിയയെ മേടിച്ചത് മുഹമ്മദ്. സഫിയയെ 7 അടിമകളെ കൊടുത്തിട്ടാണ് മുഹമ്മദ് സഫിയ ബിൻ ഹുയൈ എന്ന് പറയുന്ന സ്ത്രീയെ മുഹമ്മദ് ഇവന്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. ആരാ? നമ്മുടെ ദിഹിയയുടെ കയ്യിൽ നിന്ന് മുഹമ്മദ് മേടിച്ചത്. സഫിയ ആദ്യം ദിഹിയയുടെ കയ്യിലോട്ടാ പോയത്. മുഹമ്മദ് മേടിച്ചില്ലേ? മുഹമ്മദ് അവളെ 3 രാത്രി മുഹമ്മദ് ഈ പെണ്ണിനെ ഖൈബർ തൊട്ട് മദീന വരെയുള്ള വഴിയിൽ ബലാത്സംഗം ചെയ്തില്ലേ? മുഹമ്മദ് ഭയങ്കര സാധനമായിരുന്നു. അവൻ ആരാ പുള്ളി? ഈ മുഹമ്മദിന്റെ ഈ ഈ എക്സ്റ്റെന്റ് നമുക്ക് നോക്കണമെങ്കിൽ ആ ഖൈബർ യുദ്ധം നോക്കിയാൽ മതി. ഈ ഖൈബർ മദീനയ്ക്ക് അടുത്തുള്ളൊരു വലിയൊരു പട്ടണമാണ് ഈ ഖൈബർ. ഈ ബനു നദീർ, ബനു ഖുറൈല, ബനു ഖൈനുക്ക പോലെ ചെറിയെന്നല്ല, അതൊരു ഗോത്രങ്ങളായിട്ട് ഇവർ താമസിക്കുകയായിരുന്നു. പക്ഷെ ഖൈബർ എന്ന് വെച്ചാൽ വലിയ ഒരു പട്ടണം പോലെ, അന്നത്തെ കാലത്ത് ഒരു പട്ടണം പോലെ. അതായത് ഒത്തിരിയും ആൾക്കാർക്ക് താമസിക്കാനും അവരിങ്ങനെ കോട്ട കെട്ടി ഇങ്ങനെ ഓരോ വീടുകളായിട്ടുണ്ടാക്കി അതിനുശേഷം അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് തോട്ടങ്ങളും അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും കാണും. ഈ സസ്യങ്ങളെല്ലാം ഇങ്ങനെ മുളപ്പിച്ച് ക്രോപ്പ് കൾട്ടിവേഷൻ എല്ലാം ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു വലിയൊരു പട്ടണമായിരുന്നു ഖൈബർ. അവിടെ നിന്ന് ഇങ്ങനെ കൊള്ളയടിച്ച് വരുമ്പോൾ തിരിച്ച് മദീനയിലോട്ടാണ് വരുന്നത്. ഈ മദീനയിലോട്ട് വരുന്ന വഴിക്ക് വേറെ ചില ചെറിയ ചെറിയ ഗോത്രങ്ങള്, പാവപ്പെട്ട ഗോത്രങ്ങൾ ആ വഴിക്കെല്ലാം ഉണ്ട്. ഈ ഖൈബറിൽ നിന്ന് തിരിച്ച് മദീനയിലോട്ട് വരുന്ന സമയത്ത് ഈ ഗോത്രങ്ങളെയും കൊച്ചു കൊച്ചു പാവപ്പെട്ട ആൾക്കാരൊക്കെ താമസിക്കുന്ന ഈ ഗോത്രങ്ങളെ എല്ലാം മുഹമ്മദ് കൊള്ളയടിക്കും. ഖൈബറിൽ നിന്ന് കൊള്ളയടിച്ച് നേരിട്ട് മദീനയിലോട്ട് തിരിച്ച് വീട്ടിൽ വരുമല്ല ഇന്ന്, വഴി കാണുന്നവരെല്ലാം കൊള്ളയടിക്കും. ഇത് മറ്റേ എല്ലാ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. താരിഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, സമ്പൂർണ്ണ ഇസ്ലാമിക ചരിത്രം. അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. വാദിൽ ഖുറ എന്നും പറഞ്ഞൊക്കെ കുറെ ഗോത്രമുണ്ട്. അത് ഈ ഖൈബറിൽ നിന്ന് മദീനയിലേക്കുള്ള വഴിയിലുള്ള ഗോത്രങ്ങളുടെ പേരാ. വാദിൽ ഖുറ അങ്ങനെയൊക്കെയുള്ള ഗോത്രങ്ങളുടെ പേര് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. മെജോറിറ്റി ഇസ്ലാം എവിടെങ്കിലും മെജോറിറ്റിയിൽ വന്നാൽ, ഇപ്പൊ ബംഗ്ലാദേശിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ഇസ്ലാം മെജോറിറ്റിയിൽ പവറിൽ വന്നു കഴിഞ്ഞാൽ അവര് ആ ഇസ്ലാമിക ഭരണത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക ആ ഒരു ഷറിയയുടെ കാര്യങ്ങൾ അവര് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏത് സമയത്തും കാഫറിന്റെ വീട്ടിൽ കയറാം. ഒരു ഹിന്ദുവിന്റെയോ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ കയറി ആ ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിയുടെയോ സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, ഇവരെല്ലാം വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളോ കുട്ടികളോ ആകും. സൂറ 4:24 അവിടെ അവര് നടപ്പിലാക്കും. അതിനൊരു സംശയവും വേണ്ട. വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളാണെങ്കിൽ ആ സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാരുടെ മുന്നിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്യാം. ഈ ആയത്ത് വന്നത് തന്നെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്.
ഹുനൈൻ യുദ്ധത്തിൽ ഈ സ്ത്രീകളെയും പുരുഷന്മാരെയും പിടിച്ചോണ്ട് വന്നപ്പോൾ ഈ സഹാബിമാര് ഈ സ്ത്രീകളുടെ ഭർത്താക്കന്മാർ അവിടെ ജീവനോടെ ഉള്ളത് കൊണ്ട് അവരെ ബലാത്സംഗം ചെയ്യാൻ ആഗ്രഹിക്കാത്തപ്പോൾ മുഹമ്മദ് പറഞ്ഞതാണ് ഖുറാന്റെ ആയത്തിറങ്ങി. നിങ്ങൾക്ക് നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ അവർ വിവാഹത്തിൽ ഇരുന്നാൽ പോലും നിങ്ങൾക്ക് അവരുമായി പരിപാടി ചെയ്യാം. അപ്പൊ ഒരു സംശയവും വേണ്ട, ഇസ്ലാം മെജോറിറ്റിയിൽ വന്നു. അല്ലെങ്കിൽ ഖിലാഫത്തും ഒന്നും വേണ്ട. ഖിലാഫത്തൊക്കെ പിന്നെ ഇസ്ലാം നമ്പേഴ്സിൽ കൂടി ഇസ്ലാമികമായിട്ടുള്ള ഒരു മെജോറിറ്റി ആയി എന്ന് നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ പിന്നെ അവരുടെ സ്ത്രീകൾക്ക് മാനം കാത്ത് ജീവിക്കാൻ പറ്റത്തില്ല. ബംഗ്ലാദേശ് അതിന്റെ നല്ല ഒരു ഉദാഹരണമാണ്. പാകിസ്ഥാൻ അതിന്റെ നല്ല ഒരു ഉദാഹരണമാണ്. ഞാനിപ്പോൾ കുറച്ച് നാളുകളായി, ഏതാണ്ട് ഒരു 8 മാസമായിട്ട് ഞാൻ പാകിസ്ഥാനിലുള്ള ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലാണ് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ടിക്ടോക്കിനകത്ത് കൂടുതൽ വർക്ക് ചെയ്യുന്നത് അവരുടെ കൂട്ടത്തിലാണ്. അവര് പറയുന്നത് അവരുടെ കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളെ വെളിയിൽ വിടാൻ അവർക്ക് ഭയമാണ്. കാരണം 8, 9, 10, 12 വയസ്സുള്ള പെൺകുട്ടികൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ അവരെ പിടിച്ചോണ്ട് പോവുകയാണ്. പിന്നെ ഈ കുഞ്ഞുങ്ങളെ പിന്നെ അടുത്തത് കാണുന്നത് 30, 35, 40, 45, 50 വയസ്സുള്ളവന്മാരുടെ കൂട്ടത്തിൽ ഈ പെൺകുട്ടികളെ നിക്കാഹ് ചൊല്ലിപ്പിച്ചു കഴിഞ്ഞു. അവരെ പൂർണ്ണമായിട്ടും അവരെ ഫോഴ്സ് ചെയ്തിട്ട് അവരെ നിക്കാഹ് ചെയ്ത് കഴിഞ്ഞു. അവരുടെ കോൺട്രാക്റ്റും കാര്യങ്ങളും ഒക്കെ ആയി കഴിഞ്ഞു. ഈ മാതാപിതാക്കൾക്ക് പിന്നെ ഈ പെൺകുട്ടികളെ തിരിച്ചു കിട്ടത്തില്ല. ഒന്നുകിൽ ഈ മുസ്ലിം ഈ ചെറുക്കൻ അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഈ പെൺകുട്ടിയെ നല്ലതുപോലെ ഒരു 3, 4, 5, 6 മാസം ഉപയോഗിച്ചതിന് ശേഷം അവൻ ഈ പെൺകുട്ടിയെ ഒന്നുകിൽ കൊന്നുകളയുക, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ മറിച്ചു വിൽക്കുക, വേറെ ഒരാൾക്ക് മറിച്ചു വിൽക്കുക. പിന്നെ അവൻ ഉപയോഗിക്കുന്നു, പിന്നെ അവൻ മറിച്ചു വിൽക്കുന്നു. ഇതാണ് നടക്കുന്നത്. മാതാപിതാക്കൾക്ക് ആ പെൺകുട്ടിയെ പിന്നെ കിട്ടത്തില്ല. ഓക്കെ. അപ്പൊ അങ്ങനെങ്കിൽ ഈ കഴിഞ്ഞ ആലപ്പുഴ അല്ലെങ്കിൽ കോഴിക്കോട് ഈ മഹാസമ്മേളനങ്ങൾ നടന്നപ്പോൾ വലിയൊരു കൂട്ടം സ്ത്രീകള് ഈ കൊടിയും പിടിച്ച് ഈങ്കള വിളിച്ച് നടന്നു. അവരും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഈ ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയല്ലേ അവർ വിളിക്കുന്നത്. അവർ ഇത്രയും സ്ത്രീകളും ഇത്രയധികം, അതായത് അവരെ പോലെ ആയിരിക്കുന്ന സ്ത്രീകളെ ഇങ്ങനെ കൊണ്ടുവന്ന് ചെയ്യിക്കാൻ വേണ്ടി അല്ലേ ഈ ആലപ്പുഴ മഹാസമ്മേളനത്തിന്റെ അന്നും അതുപോലെ തന്നെ കോഴിക്കോട് മഹാസമ്മേളനം നടക്കുമ്പോഴും ഈ സ്ത്രീകൾ കിടന്ന് ഒച്ചയോടുകൂടി വിളിച്ചു വന്നത് അവിടെ ഭർത്താക്കന്മാരുടെ സുഖത്തിന് വേണ്ടിയല്ലേ? അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇടാം. അതെ. ദീനിയായ ദീനിയും ഈമാനുമുള്ള ഒരു മുസ്ലിം സ്ത്രീയാണെങ്കിൽ അവൾ ഖുറാൻ അനുസരിച്ച് തന്നെ അവൾ ജീവിക്കണം. ഖുറാൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അവർ ഖുറാന്റെ സൂറത്തൽ നിസ ഈ ആയത്ത് വായിച്ചിരിക്കണം. സൂറത്തൽ നിസായിക്കകത്ത് ഒരു ദീനിയായ ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവ് വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളെ വീട്ടിൽ കൊണ്ടുവന്നാലോ അവളുമായി ലൈംഗിക ബന്ധം സ്ഥാപിച്ചാലോ ദീനിയായ സ്ത്രീക്ക് ഒരു എതിരഭിപ്രായവും പറയാൻ പറ്റത്തില്ല. അവൾ അത് അംഗീകരിച്ചു കൊടുക്കണം. നിങ്ങൾക്കറിയോ, അൽ അസർ യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്ത്രീ, ഒരു ലേഡി പ്രൊഫസർ കുറച്ചു നാളുകൾക്ക് മുൻപേ ഒരു സെഷൻ ചെയ്തായിരുന്നു. ആരെങ്കിലും കേട്ടായിരുന്നു ആ സെഷൻ? അലൻ ബദർ കേട്ട് കാണും. അലൻ ബദറെ ഓർമ്മയുണ്ടോ? ഈ അൽ അസർ യൂണിവേഴ്സിറ്റിയിലെ ഒരു ലേഡി ഈ കാഫിറുകളുടെ സ്ത്രീകളോട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം വിവരിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ എവിടെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാനത് ഫൈൻഡ് ചെയ്യാം. ഒരു അൽ അസർ യൂണിവേഴ്സിറ്റിയിലെ പുള്ളിക്കാരത്തി പ്രൊഫസറാണ്. ഷീ ഈസ് എ പ്രൊഫസർ ഇൻ അൽ അസർ യൂണിവേഴ്സിറ്റി. പുള്ളിക്കാരത്തി പറഞ്ഞത് കാഫിറുകളുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക എന്നുള്ളത് ഖുറാൻ ഇസ്ലാമികമായി അനുവദിക്കുന്ന ഒരു കാര്യമാണ്. അത് ബലാത്സംഗം ചെയ്യാൻ ആർക്കും അല്ലെങ്കിൽ അതിനെതിരെ ഒരു മുസ്ലിമിന് പറയുവാൻ അനുവാദമില്ല. ഇത് ഒരു മുസൽമാന്റെ എന്താ പറയുക, അവന്റെ ഒരു അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു പ്രിവിലേജ് ആണ് അവൻ കാഫിറിന്റെ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുക എന്നുള്ളത്. അപ്പൊ ദീനിയായ ഒരു സ്ത്രീക്ക് അതിന് എതിരെ അഭിപ്രായം പറ്റത്തില്ല. ഇത് പറയുന്ന ഒരു സ്ത്രീയാണല്ലേ? പറയുന്നത് ഒരു സ്ത്രീയാണ്, ഒരു മുസ്ലിം സ്ത്രീയാണ്. അവൾ അൽ അസർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഷീ ഈസ് എ പ്രൊഫസർ. ഞാൻ അതൊന്ന് ഫൈൻഡ് ചെയ്യാം, ഒരു മിനിറ്റ്.
ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ആകുന്നുവെങ്കിൽ കത്തോലിക്ക ബ്രദർ പറഞ്ഞത് അതുപോലെ ആ സന്ദർഭം ആ മുസ്ലിം സ്ത്രീകൾക്ക് വന്നാൽ, അല്ലെങ്കിൽ ഈ ഇസ്ലാമിക കൂട്ടുകാരുടെ വീടുകളിൽ നിന്നും അവരെ ഉമ്മയെയും ഈ ജൂതനായ ഒരു പ്രായമായ ഒരു ജൂതൻ അഫാഖ് എന്ന് പറയുന്ന ഒരു ജൂതനെ കൊല്ലിപ്പിച്ചു, അസ്മാ ബിൻ മർവാനെ കൊല്ലിപ്പിച്ചു, ഖാബ് ബിൻ അൽ അഷ്റഫിനെ കൊല്ലിപ്പിച്ചു. ഇങ്ങനെ ഇഷ്ടം പോലെ ഒരു ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഈ ലിങ്കിനകത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിങ്ക് ആണ്. നിങ്ങളുടെ റെഫറൻസ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ലിങ്ക് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ വിക്കി ഇസ്ലാമിന്റെ ഈ ഒരു ലിങ്ക് നല്ല യൂസ്ഫുൾ ലിങ്ക് ആയിരിക്കും. എളുപ്പം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ തെളിവും അത് ഏത് പുസ്തകത്തിലാണ് പറയുന്നത് എന്നുള്ള കാര്യം എല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം അസ്മാ ബിൻ മർവാനെ മുഹമ്മദ് കൊല്ലിപ്പിച്ചതിന്റെ പറ്റി ഇബൻ ഹിഷാമിനകത്ത്, ഇബൻ ഇഷാഖിനകത്ത്, സീറത്തുൽ റസൂലുള്ളാഹിക്കകത്ത്, ഇബൻ സാദിനകത്ത്, കിതാബ് അൽ തബാഖത്ത് അൽ കബീറിനകത്ത് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ അത് ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഈ ലിസ്റ്റ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. മുഹമ്മദ് ആരെയെങ്കിലും കൊല്ലിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഇവന്മാര് ചോദിച്ചു വരികയാണെങ്കിൽ ഈ ലിസ്റ്റ് നിങ്ങളുടെ നോട്ട്സിനകത്ത് കാണണം. നമ്മൾ ഈ റൂമൊക്കെ ചെയ്യുന്നത് ചുമ്മാതെ ഒരു രസത്തിന് വേണ്ടിയിട്ടല്ല സഹോദരന്മാരെ. ഇത് നമ്മൾ യൂസ്ഫുൾ ആക്കണം. ഈ റൂമുകളൊക്കെ നിങ്ങൾ യൂസ്ഫുൾ ആക്കി നിങ്ങളത് പിന്നത്തേതിൽ നിങ്ങളത് യൂസ് ചെയ്യുക. പിന്നെ ഏതെങ്കിലും കാക്കാൻ ഇപ്പൊ മേളിലോട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം മര്യാദയ്ക്ക് മുഹമ്മദ് ചത്ത് മലന്ന് നാറ്റം വെച്ച് തുടങ്ങിയ മുഹമ്മദിനെ പോലെ നാണം കെട്ട് ജീവിക്കാതെ മര്യാദയ്ക്ക് പേര് വിട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മേളിലെടുക്കും. അതല്ല, മര്യാദയില്ലാത്ത വൃത്തികെട്ട പേരുകളിലൊക്കെ വരാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ മേളിലോട്ടൊന്നും എടുക്കത്തില്ല. നിന്നെയൊക്കെ മേളിലോട്ട് എടുക്കാനൊന്നും ഞങ്ങൾ ഇവിടെ ഇതെടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? ആ, അടുത്തത് അച്ചങ്കുഞ്ചാൻ പറഞ്ഞ ഈ വിഷയം, അച്ചങ്കുഞ്ചാൻ പറഞ്ഞ ആ ഒരു ഈ കാഫിറുകളുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനുള്ള അനുവാദം ഇസ്ലാമിനകത്തുണ്ടോ? അടിമ സ്ത്രീകൾ, കാഫിറുകളുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനുള്ള അനുവാദം ഇസ്ലാമിനകത്തുണ്ടോ എന്നതിന്റെ തെളിവ് ഞാൻ മേളിലിട്ടിട്ടുണ്ട്. യൂട്യൂബിന്റെ വീഡിയോ ആണ്, തെളിവായിട്ട് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. അൽ അസർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറിന്റെ പേര് സുവാദ് സാലിഹ് എന്നാണ് ഈ പ്രൊഫസറിന്റെ പേര്. ഓക്കെ, നിങ്ങള് ഈ വീഡിയോ, ഇത് ഹിന്ദിയിൽ ഒരാള് അത് തർജ്ജമ മീൻസ് അതിന്റെ വീഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുകയാണ്. ആ വീഡിയോയുടെ മുന്നിലോട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോയ്ക്കകത്ത് അവൾ പറയുന്ന കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. ആൻഡ് ഹീ ക്യാൻ ഹാവ് സെക്സ് വിത്ത് ദം ജസ്റ്റ് ലൈക്ക് ഹി ഹാവ് സെക്സ് വിത്ത് ഹിസ് വൈഫ്സ് എന്നൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് മെമ്മറിക്കകത്തു നിന്ന് എടുത്തതാണ്. സുവാദ് സാലിഹ്, ഒരു മിനിറ്റ്. സുവാദ് സാലിഹ്, ലേഡി പ്രൊഫസർ സുവാദ് സാലിഹ് മെമ്മറിക്കകത്ത് ഇതുണ്ടായിരുന്നു കേട്ടോ. ഇനി മെമ്മറിക്കകത്തു നിന്ന് അവന്മാർ എടുത്തു കളഞ്ഞോ എന്ന് നമുക്കറിയത്തില്ല, പക്ഷെ മെമ്മറിക്കകത്ത് ഇതുണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്കത് കേൾക്കാം കേട്ടോ. ആ വീഡിയോയ്ക്കകത്ത് ഭാഗമുണ്ട്. അതെ. ഈ ബ്രദർ അത് താഴെ ഇട്ടിട്ടുണ്ട്. That's the one. Let me try to open it up. Thank you. എടാ കല്ലിനെ മുത്തയിലുണ്ടായവനെ, എടാ നിന്നെ ഞാൻ കണ്ടെന്ന്. ഞാൻ നിന്നെ കണ്ടിട്ടാണ് നിന്നോട് പറഞ്ഞത് ആദ്യം മര്യാദയ്ക്ക് പേര് മാറ്റി വാ. മമ്മദിന്റെ പേരിട്ടോണ്ട് വാ. ഏതാ? ചത്ത് മലന്ന് ചാകാൻ കിടക്കുമ്പോൾ പാത്രം എനിക്ക് മൂത്രം ഒഴിക്കാൻ വേണ്ടി പാത്രം കൊണ്ടുവാ എന്ന് പറഞ്ഞിട്ട് മൂത്രം ഒഴിക്കാൻ വേണ്ടി പാത്രം ചോദിച്ചതിന് ശേഷം അതിനകത്തോട്ട് മൂത്രം ഒഴിച്ചിട്ട് ചത്ത് മലന്ന് മുഹമ്മദിന്റെ പേരിട്ടോണ്ട് വാ. മനസ്സിലായോ? അല്ലാതെ ഇവിടെ വന്ന് സംസാരിക്കുന്ന പാസ്റ്റർമാരുടെ പേര് വൃത്തികെട്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഒന്ന് മേളിലെടുക്കാനുള്ള ബാധ്യതയൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. പറഞ്ഞില്ല, നിന്റെ മുഹമ്മദിന്റെ പേരിടാൻ നിനക്ക് എന്താടാ നാണം? മുഹമ്മദിന്റെ പേരിടറ. ചാകാൻ കിടക്കുമ്പോ ഐഷയുടെ ആയിഷേ
അവിടെ ആ കിടക്കുന്ന ആ വൃത്തിയിട്ട ഒരു പാത്രം കിടപ്പുണ്ടല്ലോ, ആ ബേസിൻ അവിടെ കിടപ്പുണ്ടല്ലോ, ആ ബേസിൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അപ്പൊ ആയിഷ, ആ കൊച്ചു അവിടുന്ന് ആ ബേസിൻ എടുത്തുകൊണ്ട് വരുന്നു. മുഹമ്മദ് സ്ത്രീകളെ പോലെ ആ ബേസിനകത്തോട്ട് മൂത്രം ഒഴിക്കുന്നു. മൂത്രം ഒഴിച്ചതിന് ശേഷം മുഹമ്മദ് വടിയാകുന്നു. അങ്ങനെ ചത്തുമലന്ന് മുഹമ്മദിന്റെ പേരിട്ട് കൊണ്ടുപോവാ. നിന്നോടൊക്കെ ഇങ്ങനെ പറഞ്ഞാലേ ശരിയാകത്തുള്ളൂ. മര്യാദയ്ക്കൊന്നും പറഞ്ഞാൽ നിനക്കൊന്നും ശരിയാകത്തില്ല. അതാണ് പ്രശ്നം. മനസ്സിലായോ? നീ എന്തിട്ടാലും നിന്റെ മമ്മദിന്റെ പേരേ വരത്തുള്ളൂ. അവിടെ അങ്ങനെ പറഞ്ഞാലും നിന്റെ മമ്മദിന്റെ പേരേ വരത്തുള്ളൂ. മുഹമ്മദ് കാണിച്ച തെമ്മാടിത്തരങ്ങളെക്കാട്ടിൽ കൂടുതൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ കാണിച്ചിട്ടുണ്ടോടാ? ഏതെങ്കിലും ഒരു വ്യക്തി മുഹമ്മദിനെ പോലെ വൃത്തികെട്ട കാര്യങ്ങൾ കാണിച്ച വേറെ ഏതെങ്കിലും? സ്വന്തം ഭാര്യ ആയിഷയെ മുന്നിൽ നിർത്തിയിട്ട് വേറെ ഒരു അന്യപുരുഷൻ കളിയാക്കിയപ്പോൾ, ഏതാ നിന്റെ ഭാര്യയെ എനിക്ക് തന്നിട്ട് എന്റെ സ്ത്രീകളെ നീ എടുത്തോ എന്ന് പറഞ്ഞു കളിയാക്കി പറഞ്ഞപ്പോൾ മര്യാദയ്ക്ക് വായിൽ ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ വായിൽ വെള്ളം വിഴുങ്ങി നിന്ന മനുഷ്യനല്ലേ മുഹമ്മദ്? ആണോ അല്ലയോ? ആണോ അല്ലയോ? അത്രേ ഉള്ളൂ മുഹമ്മദ്. മുഹമ്മദ് വേറെ ഭയങ്കര ധൈര്യശാലിയായിരുന്നു എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരല്ല. ഖുറാന്റെ ആയത്ത സൂറത്തുൽ അഹ്സാബ് 33 അതിന്റെ 52-ാമത്തെ ആയത്ത് വരാനുള്ള കാരണമാണ് ഞങ്ങൾ ഇതിനു മുൻപേ വായിച്ചത്. തഫ്സീർ അൽ ജമാഷ്കറിയുടെ തഫ്സീറിൽ നിന്ന് അത് വളരെ കൃത്യമായി ഞങ്ങൾ അത് വായിച്ചു. ഇനിയും വേണമെങ്കിൽ ഇനിയും തരാം. മുഹമ്മദിനിട്ട് ഏതാ വൃത്തികേട് കാണിച്ച് ചത്തുമലന്ന മുഹമ്മദിനിട്ട് വേണമെങ്കിൽ കബറിൽ കിടന്ന് എത്ര അടി കൊടുക്കണം ഞങ്ങൾ കൊടുക്കാം. ഒരു സംശയവും വേണ്ട, കൊടുത്തിരിക്കും. മനസ്സിലായി? നീയൊക്കെ ഇവിടെ വരുന്നത് കൊണ്ട് കൂടുതൽ അടി വാങ്ങിച്ച കൂട്ടത്തേ ഉള്ളു. ഏതാ പണ്ട് അബ്ദുള്ള ഇബിൻ മസൂദിന്റെ കൂട്ടത്തിൽ മുഹമ്മദ് വെളിയിൽ രാത്രിക്ക് അങ്ങ് വെളിയിലോട്ട് പോയി. കഥ അറിയാവല്ലോ. അബ്ദുള്ള ഇബിൻ മസൂദിന്റെ കൂട്ടത്തിൽ രാത്രി മുഹമ്മദ് വെളിയിലോട്ട് പോയതിനു ശേഷം രാത്രിയൊക്കെ ആയതിനു ശേഷം അങ്ങ് മരുഭൂമിയാണല്ലോ, അങ്ങോട്ട് പോയി. അപ്പൊ അവിടുന്ന് കുറച്ച് അസൂത്തിന്റെ ആൾക്കാർ വരുന്നു. അസൂത്ത് നീളമുള്ള കറുത്ത മാംസം കുറവുള്ള നീളമുള്ള ആണുങ്ങൾ ഇങ്ങോട്ട് വരുന്നു. അപ്പൊ മുഹമ്മദ് അബ്ദുള്ള ഇബിൻ മസൂദിനോട് പറഞ്ഞു, ദേ നീ ഈ വളയത്തിനകത്തോട്ട് ഇരുന്നോണം, വെളിയിൽ പോയി കഴിഞ്ഞാൽ നീ നശിച്ചു പോകും. എന്നിട്ട് മുഹമ്മദ് ഈ അസൂത്തിന്റെ ആൾക്കാരെ പോയി കാണുന്നു. ഈ വന്ന ആണുങ്ങൾ ഏതാണ്ട് 9 പേരുണ്ടായിരുന്നെന്നാ പറയുന്നത്, അസൂത്തിന്റെ ആൾക്കാര്. ഇവർക്കാർക്കും തുണിയില്ലായിരുന്നു, നഗ്നരായ ആളുകളായിരുന്നു. ചില ഹദീസിൽ പറയുന്നത് ദേ വെർ ലൈക്ക് ലോങ് ബനാന, ഏതാ വലിയ ബനാന പോലെയായിരുന്നെന്ന്. ഇവര് മുഹമ്മദിനെ രാത്രി മുഴുവനും സവാരി ചെയ്തു. തുണിയില്ലാതെ വന്നവന്മാര് രാത്രി മുഴുവനും മുഹമ്മദിനെ ബലാത്കാരം ചെയ്തെന്ന് പറഞ്ഞു. മനസ്സിലായോ? എന്നതിന് ശേഷം രാവിലെ ആയപ്പോൾ അവരവിടുന്ന് എണ്ണിച്ചു പോയതിനു ശേഷം മുഹമ്മദ് തിരിച്ചു വന്നിട്ട് ഇത് അബ്ദുള്ള ഇബിൻ മസൂദിനോട്, എനിക്ക് മുഹമ്മദിന് ശരീരം മുഴുവൻ വേദനയായിരുന്നു. ഈ ആണുങ്ങൾ മുഹമ്മദിനെ പരിപാടി നടത്തിയതിനു ശേഷം മുഹമ്മദിന് അത്രയ്ക്ക് വേദനയായിരുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഏതെങ്കിലും കാക്കാൻ ഇവിടെ കയറി വരുന്നുണ്ടെങ്കിൽ, നാണവും മാനവും ഉള്ള ഏതെങ്കിലും കാക്കാൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടെങ്കിൽ ആദ്യം നീ മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കണം. പുസ്തകത്തിൽ നിന്ന് സംസാരിക്കാൻ നീയൊക്കെ പഠിച്ചതിന് ശേഷം ഇങ്ങോട്ട് കയറി വന്നാൽ